So ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആൻഡ് വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ആൻഡ് വൺ സ്മോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് കമ്പനി, പിന്നെ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കൂടി തുടങ്ങുന്ന ഒരു പ്ലാനിലുള്ള ഇറ്റ്സ് റെക്കോർഡിംഗ്. ഹായ് ഗൈസ്. സോ ഗൈസ്, എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ലെങ്ത് വീഡിയോ ആണ്. ഇതെൻ്റെ ഫസ്റ്റത്തെ ലെങ്ത് വീഡിയോ ആയതുകൊണ്ട് കുറേ മിസ്റ്റേക്സ് എന്തായാലും ഉണ്ടാവും. സോ മെയിനായിട്ട് സംഭവം എന്ന് വെച്ചാൽ മൈക്കില്ല. മൈക്കയുടെ ഈ ബോക്സ് ഉണ്ട്, മൈക്കില്ല, പക്ഷെ ക്യാമറയ്ക്ക് തന്നെ മറ്റേ സാധനം എടുത്തില്ല. ഒരു എന്താ ഒരു വള്ളി പോലത്തെ ഒരു കേബിൾ എടുക്കുന്നത്, അഡാപ്റ്റർ എടുത്ത് ആ സാധനം എടുത്തില്ല. സോ മൈക്ക് ഇല്ലാതെയാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുള്ളത്. മൈസെൽഫ്, ഐ എം മയു, 21 years old ഫ്രം കാസർഗോഡ്. പിന്നെ എൻ്റെ ശരിക്കും പേര് മയു എന്നല്ല, മഹേഷ് എന്നാണ്. പിന്നെന്താ ഫ്രണ്ട്സും പിന്നെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടുകൊണ്ട് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഈസ് കോളിങ് മയു. ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഫ്രണ്ട്സും ഒക്കെ ഇങ്ങനെ വിളിക്കുന്ന കേട്ടിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടുകാരുടെയൊക്കെ മയു എന്നാണ് വിളിക്കില്ല, മഹേഷ് എന്നൊരു പേരിന് മറന്നുപോയി. ആക്ച്വലി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ തട്ടിമുട്ടി പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ എഡ്യൂക്കേഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ട് IT പോയി ഒരു 1 year. ഏതാ പ്ലംബിങ് വണ്ടി പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാംഗ്ലൂർ ഗോവിന്ദഭായ് കോളേജിൽ ഒരു 4 months കോഴ്സ്, 4 months അല്ല 3 years കോഴ്സാണ്, സൈക്കോളജി ജേർണലിസം പറഞ്ഞൊരു കോഴ്സ്. BA സൈക്കോളജി ജേർണലിസം. അതാണെങ്കിൽ 4 മാസം പോയി ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അത് കോളേജ് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ആദ്യം പോയത് ജോലിക്കാണ്, ഡയറക്റ്റ് ബിസിനസ്സിൽ പോയല്ല. കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഞാൻ നേരെ DDRC എന്ന് പറഞ്ഞൊരു ലാബ് ഉണ്ടായിരുന്നു. ആ ലാബിൽ CR എന്ന് പറയും, ഈ കളക്ഷൻ ചെയ്യുന്നവർക്ക് ഈ ഹോസ്പിറ്റൽസിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് ലാബിലേക്ക് എത്തിക്കുക. അതായിരുന്നു എൻ്റെ വർക്ക് എന്ന് വെച്ചാൽ. ഇട്ടിട്ട് ഓക്കെ, ചെറിയൊരു കോളം നേരുന്നു. സോ അത് കഴിഞ്ഞിട്ട് എന്താ CR എന്ന് പറയും. CR എന്ന് വെച്ചാൽ ഈ കളക്ഷൻ ഏജൻറ്റ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഹോസ്പിറ്റൽസ് സാമ്പിൾസ്, ബ്ലഡ് സാമ്പിൾസോ അല്ലെങ്കിൽ യൂറിനോ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്ന സാമ്പിൾസ് എടുത്ത് വന്നിട്ട് നമ്മളെ ലാബിൽ കൊണ്ടുവരും, ടെസ്റ്റിങ് ആൻഡ് റിപ്പോർട്ട്സ് കൊണ്ട് കൊടുക്കും. അങ്ങനത്തെ ഒരു വർക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 2025 സ്റ്റാർട്ടിങ്, ഐ തിങ്ക് ജനുവരിലോ അല്ലെങ്കിൽ 2024 ഡിസംബറിലോ അങ്ങനെയൊന്നും സമയത്ത് ബാക്കപ്പ് ആയിട്ട് ഫിനാൻഷ്യലായിട്ട് ഒരു സപ്പോർട്ടും ഇല്ല. എന്താ വെച്ചാൽ എനിക്ക് ആ സമയത്ത് ചെറിയൊരു എമൗണ്ട് ഈ EMI പിന്നെ ഈ ചിട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 6,000 അത്രയും ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്കതിൽ വലിയൊരു എമൗണ്ട് ആയിരുന്നു. സോ അത് കഴിഞ്ഞ് ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് സോഴ്സ് ഇല്ലാതെ ഞാൻ ആ വർക്ക് ക്വിറ്റ് ചെയ്തു. ആ വർക്ക് ക്വിറ്റ് ചെയ്തിട്ട് അപ്പം തന്നെ ബിസിനസ് തുടങ്ങിയാണ്, ഒരു ക്ലോത്തിങ് ബ്രാൻഡ്. അതായത് എൻ്റെ ഫസ്റ്റത്തെ ബിസിനസ്. സോ അവിടെ നിന്ന് ഇവിടം വരെ ഇപ്പോൾ ഒരു 1 year, ഏകദേശം 1 year ആയി ബിസിനസ് തുടങ്ങിയിട്ട്. അവിടെ നിന്ന് ഇവിടം വരെയുള്ള ജേർണി എന്ന് വെച്ചാൽ ഐ ആം സോ ഹാപ്പി. ഈ പ്രായത്തിൽ ഇത്രയും മൾട്ടിപ്പിൾ ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്. സോ പൈസ ഉണ്ടാക്കുക എന്നതിലുപരി എനിക്ക് കുറേ കണക്ഷൻസ് കിട്ടി, അതേപോലെ കുറേ നോളജ് കിട്ടി. സോ ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഇപ്പോൾ കറണ്ട്ലി ചെയ്യുന്ന ബിസിനസ് എന്തൊക്കെയാ വെച്ചാൽ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്. അതിപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന പോസ്റ്റ് ഒന്നും വരുന്നില്ലല്ലോ, ലൈക്ക് ആ ഒരു ഫസ്റ്റത്തെ മേഴ്ച ഇറക്കിയതിന് ശേഷം പിന്നെ ബ്രാൻഡ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് അതിൽ ഓരോ പറയുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഹോൾസെയിലായിട്ട് ഇപ്പോൾ ഞാൻ ഡിസ്ട്രിബ്യൂട്ടിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തെങ്കിലും ഇവൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടീസ് വരുമ്പോൾ അവർക്കായി ഹോൾസെയിൽ ചെയ്ത് കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ബ്രാൻഡ് എന്ന രീതിക്ക് എനിക്കിപ്പോൾ സ്കെയിൽ ചെയ്യണത്രേ. സോ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആൻഡ് വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ആൻഡ് വൺ സ്മോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് കമ്പനി, പിന്നെ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കൂടി തുടങ്ങുന്ന ഒരു പ്ലാനിലുള്ള. സോ അതിനിടയ്ക്ക് ഒരു കാസർഗോഡ് ഏറ്റവും വലിയൊരു ഇവന്റ് നടക്കുന്നുണ്ട്. സോ അതും നമ്മൾ തന്നെ ഓർഗനൈസ് ചെയ്യുന്നുള്ളത്. സോ ഈ പ്രായത്തിൽ തന്നെ ഇത്രയും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐ ആം സോ ഹാപ്പി. ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ. സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലായ കൂടെ കറക്റ്റായി ഇങ്ങനെ പോസ്റ്റിംഗ് ഒന്നും അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ഒന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, പക്ഷേ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. ഇവൻ എപ്പോഴേലും ഒരു സ്റ്റോറി ഇടും, അല്ലെങ്കിൽ ഒരു 2 weeks അല്ലെങ്കിൽ 1 weekനടുക്കോ ഒരു റീലൊക്കെ പോസ്റ്റ് ചെയ്തതായി. പണ്ടാണെങ്കിൽ മര്യാദ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിരുന്നത് ഞാനാണ്. ഇപ്പോഴാണെങ്കിൽ മടിയെന്നല്ല, ഒരു പോസ്റ്റ് ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ഡെഡിക്കേഷനായിട്ട് ഫോളോവേഴ്സൊക്കെ കാരണം അങ്ങമാതിരി തോട്ടൊന്നും ഇപ്പം എനിക്കില്ല. എന്താ അറിഞ്ഞോളത്. സോ മേ ബി കുറച്ച് കഴിയുമ്പോഴേക്കെങ്കിലും അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരിക്കും. സോ അത്രയൊക്കെ ഉള്ളൂ.
ഇനിയുള്ള പാർട്ടിൽ നമുക്ക് എന്താ നല്ല നല്ല കോണ്ടന്റ്സ് ആയിട്ട് യൂട്യൂബിൽ വരാം. സോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ഗൈസ് ഓൾ. ബൈ ബൈ.